അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, അതുപോലെ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്നുള്ളൊരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ മോഡായിട്ടാണോ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ? റൈറ്റ് ടു ടെസ്റ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 ടെസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? ടോളറൻസ് ടെസ്റ്റും അതുപോലെ ഫെയിലിങ്സ് ടെസ്റ്റും. ഈ ടോളറൻസ് റിയേജൻ്റ് എന്താണ്, അതുപോലെ ഫെയിലിങ്സ് റിയേജൻ്റ് എന്താണെന്ന് നോക്കാം. അത് എങ്ങനെയാണ് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ടോളറൻസ് റീജിയൻ എന്താണ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആൻഡ് അതിനാണ് നമ്മൾ ടോളറൻസ് റീജിയൻ എന്ന് വിളിക്കുക. അതുപോലെ ഫെയിലിങ്സ് റീജിയൻ ഈസ് എ മിക്സ്ചർ ഓഫ് അക്വസ് CuSO4 ആൻഡ് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. അക്വസ് CuSO4ഉം അതുപോലെ ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റും ആണ് അതിൻ്റെ മിക്സ്ചർ എന്ന് പറയുന്നത്, ഫെയിലിങ്സ് റീജിയൻ എന്ന് പറയുന്നത്. ഇത് രണ്ടിൻ്റെ മിക്സ്ചർ. ഈ ടോളറൻസ് എന്താ? വെൻ ആൻ ആൽഡിഹൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് ടോളറൻസ് റീജിയൻ വി ഗെറ്റ് എ ബ്രൈറ്റ് സിൽവർ മിറർ. അതായത് ആൽഡിഹൈഡ് ടോളറൻസ് റിയേജൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ബ്രൈറ്റ് സിൽവർ മിറർ കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടോളറൻസ് ടെസ്റ്റ് എന്ന് വിളിക്കുക. ഇനി ഫെയിലിങ്സ് ടെസ്റ്റ് എന്താ? വെൻ ആൻ ആൽഡിഹൈഡ് ഈസ് ഹീറ്റഡ് വിത്ത് ഫെയിലിങ്സ് റിയേജൻ A and B വി ഗെറ്റ് എ റെഡ് precipitate ഓഫ് കുപ്രസ് ഓക്സൈഡ്. നമുക്ക് ഒരു കുപ്രസ് ഓക്സൈഡിൻ്റെ റെഡ് precipitate കിട്ടും. ഇതാണ് എന്ത്? ഫെയിലിങ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താ നോക്കാം. വാട്ട് ഈസ് ആൽഡോൾ കണ്ടൻസേഷൻ? ആൽഡോൾ കണ്ടൻസേഷൻ എന്താണെന്ന് വെച്ചാൽ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഹാവിംഗ് അറ്റ്ലീസ്റ്റ് 1 alpha hydrogen atom when heated with a dilute alkali we get alpha beta unsaturated aldehyde or ketone. അതായത് ആൽഡിഹൈഡോ കീറ്റോണോ അറ്റ്ലീസ്റ്റ് അതായത് ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം എങ്കിലും ഉള്ള ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡൈലൂട്ട് ആൽക്കലി ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കിട്ടും. അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ കിട്ടും. ഇതിനാണ് നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുക. അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡോ കീറ്റോണോ ഡൈല്യൂട്ട് ആൽക്കലീൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കിട്ടും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുക. അത് കാണിച്ചിട്ടുണ്ട് അടിയിൽ 2CH3CHO in presence of NaOH and temperature we get CH3CH double bond CHCHO. അതായത് But2A4 കിട്ടും. But2A4. അപ്പോൾ ഫസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ടോളറൻസ് ടെസ്റ്റും ഫെയിലിങ്സ് ടെസ്റ്റും. ടോളറൻസ് റിയേജൻ്റ് എന്ന് പറയുന്നത് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്. ഫെയിലിങ്സ് റിയേജൻ എന്ന് പറയുന്നത് മിക്സർ ഓഫ് അക്വസ് CuSO4 ആൻഡ് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടാറേറ്റ്. ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ടോളറൻസ് റീജിയനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രൈറ്റ് സിൽവർ മിറർ കിട്ടും. ഫെയിലിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ഫെയിലിംഗ് റീജിയനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ് precipitate ഓഫ് കുപ്രസ് ഓക്സൈഡിൻ്റെ റെഡ് precipitate കിട്ടും. ആൽഡോൾ കണ്ടൻസേഷൻ എന്താണെന്ന് പറഞ്ഞു? അറ്റ്ലീസ്റ്റ് ഒരു ആൽഫ ഹൈഡ്രജൻ ആയിട്ടുള്ള ആൽഡിഹൈഡ് ഓർ കീറ്റോൺ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ആൽക്കലിയായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡോ കീറ്റോണോ കിട്ടും. ഇതാണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കാർനിജാരോ റിയാക്ഷൻ എന്താണ്? ആൽഡിഹൈഡ്സ് ഹാവിംഗ് നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം, അതായത് ഒറ്റ ആൽഫ ഹൈഡ്രജൻ ആറ്റം പോലുള്ള ഇല്ലാത്ത ആൽഡിഹൈഡിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? കോൺസെൻട്രേറ്റഡ് KH ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ആൽക്കലി അണ്ടർഗോ സെൽഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടു ഫോം ആൽക്കഹോൾ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. സെൽഫ് ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചിട്ട് എന്ത് നടക്കും? ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും ഫോം ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫോർമാൽഡിഹൈഡ് കോൺസെൻട്രേറ്റഡ് KH ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മെഥനോളും കിട്ടും, പൊട്ടാസ്യം ഫോർമേറ്റും കിട്ടും. അതാണ് എന്ത്? ഒരു കാർനിജാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ബെൻസോയിൽ ക്ലോറൈഡിനെ നമുക്ക് എങ്ങനെ ബെൻസാൽഡിഹൈഡ് ആക്കാം? നോക്കാം. അപ്പോൾ എന്ത് ചെയ്തു? റിഡക്ഷൻ യൂസ് ചെയ്തിട്ട് ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ബാരിയം സൾഫേറ്റിൻ്റെയും പലേഡിയത്തിൻ്റെയും പ്രസൻസിൽ ഹൈഡ്രജനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റോസൻമൺ റിഡക്ഷൻ. അപ്പോൾ ഇതാണ് ബെൻസോയിൽ ക്ലോറൈഡ് എന്നുള്ള കോമ്പൗണ്ട്. അതിനെ റിഡക്ഷൻ ചെയ്യുമ്പോൾ ഏതിൻ്റെ പ്രസൻസിൽ? പലേഡിയത്തിൻ്റെയും ബേരിയം സൾഫേറ്റിൻ്റെയും പ്രസൻസിൽ റിഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. അപ്പോൾ ഈ റിയാക്ഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? റോസൻമൺ റിഡക്ഷൻ എന്ന് വിളിക്കുക.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് മോർ അസിഡിക്? ഏതാണ് ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ കൂടുതൽ അസിഡിക് എന്ന്? CH3COH, CH3 അല്ലെങ്കിൽ CH2Cl COH. ഇവിടെ ഏതാണ് മോർ അസിഡിക്? CH2Cl COH ആണ്. നമുക്ക് അതിന് അസിഡിക് ആവാൻ കാരണം എന്താ? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് എഫക്റ്റ് ഓഫ് ക്ലോറിൻ ആറ്റം. അതായത് ഈ CH2Cl ഒരു Cl ഇല്ലേ, ഈ Cl എന്തുണ്ട്? ഹൈ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് എഫക്റ്റ് ആണ്. അതുകൊണ്ട് അവിടെ എന്താണ്? CH2Cl ആണ് മോർ അസിഡിക്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വിൽ യു കൺവേർട്ട് CH3COH ടു CH2ClCOH? CH3COHനെ CH2ClCOH എങ്ങനെ ആക്കി മാറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചെയ്യുക? CH3COHനെ വാട്ടറിൻ്റെ പ്രസൻസിൽ, വാട്ടറിൻ്റെയും ക്ലോറിൻ്റെയും പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CH2ClCOH കിട്ടും. CH2ClCOH കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാർബോക്സിലിക് ആസിഡ്സ് ഡു നോട്ട് അണ്ടർഗോ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ. വൈ? കാർബോക്സിലിക് ആസിഡ് എന്ത് നടക്കില്ല? ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കില്ല. എന്തുകൊണ്ടാണ്? എന്താണ്? ദിസ് വാസ് ബിക്കോസ് കാർബോക്സിലിക് ഗ്രൂപ്പ് ഈസ് എ ഡീആക്ടിവേറ്റിംഗ് ആൻഡ് കാർബോണിലെ കാർബോക്സിലിക് ഗ്രൂപ്പ് എന്താണ്? ഡീആക്ടിവേറ്റിംഗ് ആണ്. അതുപോലെ കാറ്റലിസ്റ്റ് അലുമിനിയം ക്ലോറൈഡ് ഫോം സോൾട്ട് വിത്ത് കാർബോക്സിൽ ഗ്രൂപ്പ്. ഇവിടെ ഉപയോഗിക്കുന്ന ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷനിൽ ഉപയോഗിക്കുന്ന അലുമിനിയം ക്ലോറൈഡ് എന്നുള്ള കാറ്റലിസ്റ്റ് എന്താണ്? സോൾട്ട് ഫോം ചെയ്യും. കാർബോക്സിൽ ഗ്രൂപ്പായിട്ട് സോൾട്ട് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ കാർബോക്സിലിക് ആസിഡ് എന്തിൽ നടക്കില്ല? ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷനിൽ ഒക്കെ അറിയില്ല. കാർബോക്സിലിക് ആസിഡ്സിൽ ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കില്ല. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുറച്ച് 3 നെയിംഡ് റിയാക്ഷൻ ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഈ നെയിംഡ് റിയാക്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെയിംഡ് റിയാക്ഷൻ ഫസ്റ്റത്തെ ഏതാണ്? ഫസ്റ്റ് നെയിംഡ് റിയാക്ഷൻ ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ. ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ എന്താണ്? ബെൻസീൻ വെൻ ട്രീറ്റഡ് വിത്ത് CO and HCl ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഓർ കുപ്രസ് ക്ലോറൈഡ് വി ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. അതായത് ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്ന റിയാക്ഷനാണ് ഗട്ടർമാൻ-കോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ഇങ്ങനെയും ചോദിക്കാം. ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കുന്ന റിയാക്ഷൻ ഏതാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം. ബെൻസീന് ഏതിൻ്റെയൊക്കെ പ്രസൻസിൽ? COയുടെയും അതുപോലെ HClൻ്റെയും പ്രസൻസിൽ HClനായി ട്രീറ്റ് ചെയ്യുമ്പോൾ ഏതിൻ്റെയൊക്കെ പ്രസൻസിൽ? അൻഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ CuClൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. ഇതാണെന്ത്? ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. ഇറ്റാഡ് റിയാക്ഷൻ എന്താണ്? വെൻ ടൊളൂയിൻ ഈസ് ഓക്സിഡൈസ്ഡ് യൂസിങ് ക്രോമൈൽ ക്ലോറൈഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ വി ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. അതായത് നമ്മൾ ടൊളൂയിൻ എന്ന് പറയുന്നത് ഈ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ CH3 വരുമ്പോഴല്ല കോമ്പൗണ്ട്. അപ്പോൾ ടൊളൂയിന് CrO2Cl2 അല്ലെങ്കിൽ CH2ൻ്റെ പ്രസൻസിൽ റിഡക്ഷൻ നടക്കുമ്പോൾ അസിഡിഫിക്കേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൗണ്ടാണ് ബെൻസാൾഡിഹൈഡ്. ടൊളുവിനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ പറയുന്നത് ഇറ്റാഡ് റിയാക്ഷൻ. ഏതിൻ്റെ പ്രസൻസിലാണ്? CrO2Cl2 അല്ലെങ്കിൽ CH2 എന്തിനെ ഫോളോ ചെയ്തിട്ട്? ആസിഡിഫിക്കേഷനെ ഫോളോ ചെയ്തിട്ട്. ഈ റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കുക? ഇറ്റാഡ് റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അടുത്ത റിയാക്ഷൻ ഏതാണ്? മൂന്നാമത്തത് സ്റ്റീഫൻ റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ എന്താണ്? നൈട്രൈൽസ് വെൻ റെഡ്യൂസ്ഡ് യൂസിങ് സ്റ്റാനസ് ക്ലോറൈഡ് ആൻഡ് HCl ഫോളോഡ് ബൈ ആസിഡിഫിക്കേഷൻ ആൽഡിഹൈഡ്സ് ആർ ഫോം. നൈട്രൈൽ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെ യൂസ് ചെയ്തിട്ട്? സ്റ്റാനസ് ക്ലോറൈഡും അതുപോലെ പിന്നെ ഹൈഡ്രോളിക് ക്ലോറൈഡായിട്ട് അസിഡിഫൈ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് ഫോം ചെയ്യും. അതാണ് CH3CN ഇൻ പ്രസൻസ് ഓഫ് SnCl2 HCl നമുക്ക് എന്ത് കിട്ടും? CH3CH എന്ന് കിട്ടും. ഈ CH3CN നമ്മൾ എന്ത് വിളിക്കുക? നൈട്രൈൽ എന്ന് വിളിക്കുക. CH3CN നമ്മൾ നൈട്രൈൽ എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ആൽഡിഹൈഡ് എന്ന് വിളിക്കുക. ആൽഡിഹൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ് ടുവാർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. വൈ? ആൽഡിഹൈഡ് കീറ്റോണിനേക്കാളും കൂടുതൽ റിയാക്റ്റീവാണ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. അതുകൊണ്ട് എന്താണ് അതിൻ്റെ റീസൺ? എന്താ വെച്ചാൽ ഡ്യൂ ടു ഇലക്ട്രോൺ റിലീസിങ് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആൻഡ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ കാരണം. ഇലക്ട്രോൺ റിലീസിങ്ങും ഇൻഡക്റ്റീവ് എഫക്റ്റും അതുപോലെ സ്റ്റെറിക് ഹിൻഡ്രൻസും. 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇൻ കീറ്റോൺ. കീറ്റോണിലുള്ള 2 ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോൺ റിലീസിങ് ഇൻഡക്റ്റീവ് എഫക്റ്റും അതുപോലെ സ്റ്റെറിക് ഹിൻഡ്രൻസും കാരണമാണ് ആൽഡിഹൈഡ് മോർ റിയാക്റ്റീവ് ആകാൻ കാരണം. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് ബൈ യൂസിങ് ഗ്രിഗ്നാർ റിയേജൻറ്റ്. ഗ്രിഗ്നാർ റിയേജൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം? ഒന്നുമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും?
കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്രീഗ്നർ റിയേജൻ്റായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് RCOMgX എന്ന് കോമ്പൗണ്ട് കിട്ടും. അതിനെ പിന്നെ നമ്മൾ അസിഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? RCOH അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് എന്നുള്ള കോമ്പൗണ്ട് കിട്ടും. ഇനി നെക്സ്റ്റ് എന്താണുള്ളത്? ഹാലോഫോം റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചുള്ളത്. കോമ്പൗണ്ട്സ് ആയും CH3CO ഗ്രൂപ്പ്, അതായത് CH3CO എന്നുള്ള ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ CH3CHOH എന്നുള്ള ഗ്രൂപ്പ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സോഡിയം ഹൈപ്പോഹാലൈറ്റായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹാലോഫോം കിട്ടും. ഈ റിയാക്ഷൻ എന്ന് വിളിക്കുക? ഹാലോഫോം റിയാക്ഷൻ എന്ന് വിളിക്കുക. CH3CO അല്ലെങ്കിൽ CH3CHOH എന്നുള്ള ഗ്രൂപ്പ് നമ്മൾ സോഡിയം ഹൈപ്പോഹാലൈറ്റായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാലോഫോം കിട്ടും. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുക ഹാലോഫോം റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഒരു അസറ്റോണ് നമ്മൾ NaOCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം അസ്റ്റേറ്റ് അതുപോലെ ക്ലോറോഫോം എന്നുള്ളൊരു കോമ്പൗണ്ട് കിട്ടും. സോഡിയം അസ്റ്റേറ്റ് പ്ലസ് ക്ലോറോഫോം. ഈ ഒരു റിയാക്ഷൻ നമ്മൾ വിളിക്കുകയാണ് ഹാലോഫോം റിയാക്ഷൻ എന്ന് വിളിക്കുക. നമുക്ക് അടുത്ത് പറഞ്ഞിട്ടുള്ളത് ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പെൻറ്റാൻ 2,1 ആൻഡ് പെൻറ്റാൻ 3,1. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പെൻറ്റാൻ 2,1 പെൻറ്റാൻ 3,1 ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാണെന്ന് നോക്കാം. പെൻറ്റാൻ 2,1 പെൻറ്റാൻ 3,1 ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാണ്? അയോഡോഫോം ടെസ്റ്റ്. ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യുക? ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മീൻസ് എങ്ങനെയാണ് അയോഡോഫോം ടെസ്റ്റ് എന്ന് വെച്ചാൽ ട്രീറ്റഡ് വിത്ത് സോഡിയം ട്രീറ്റഡ് വിത്ത് സോഡിയം ഹൈപ്പോ അയഡായിട്ട് നമുക്ക് എന്ത് കിട്ടും? പെൻറ്റാൻ 2,1 കിട്ടും. അതുപോലെ പെൻറ്റാൻ 2,1 കിട്ടും. അതെങ്ങനെയാണ്? ഒരു യെല്ലോ പ്രസിപ്പിറ്റേറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് അയോഡോഫോം അങ്ങനെ കിട്ടും. വൈൽ പെൻറ്റാൻ 3,1 ഡസ് നോട്ട്. നമുക്ക് അങ്ങനെ ഒരു പെൻറ്റാൻ 3,1 എന്നുള്ള കോമ്പൗണ്ട് കിട്ടില്ല. ഇനി അടുത്തത് ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ. പ്രൊപ്പനാലും പ്രൊപ്പനോണും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാണ്? ടോളറൻസ് ടെസ്റ്റ്. ഇനി അസിറ്റിക് ആസിഡ് P2O5 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട് ഏതാണ്? അസറ്റിക് ആൻഹൈഡ്രൈഡ്. അടുത്തൊരു റിയാക്ഷനാണ് ക്ലെമൻസൺ റിഡക്ഷൻ. ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് വെച്ചാൽ ആൽഡിഹൈഡ് കീറ്റോണും നമ്മൾ സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റ് HCl ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കീന് കിട്ടും. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണ് സിങ്ക് അമാൽഗോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് HCl ഉപയോഗിച്ചിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽക്കീന് കിട്ടും. ആ റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കുക? ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് വിളിക്കുക. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനും തന്നിട്ടുണ്ട്. എഥനാളിനെ നമ്മളെങ്ങനെ ഈഥെയ്നാക്കി മാറ്റുന്നു. ഇനി അടുത്തത് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ when reduced using hydrazine followed by heating with KOH in high boiling solvent like ethylene glycol we get alkene. അതായത് നമ്മൾ ആൽഡിഹൈഡിനും കീറ്റോണും ഹൈഡ്രസീൻ വെച്ചിട്ട് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്യും. KOHലെ ഹൈ ബോയിലിംഗ് സോൾവെൻറ്റ് സൊല്യൂഷനിൽ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കേന് കിട്ടും. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ എന്ന് വിളിക്കുക? വോൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് വിളിക്കുക. വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. അടുത്ത ക്വസ്റ്റൻ എന്താണ്? സജസ്റ്റ് എ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് കാർബോക്സിലിക് ആസിഡ് ഫ്രം ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്. കാർബോക്സിലിക് ആസിഡിനെ ആൽക്കഹോളിൽ നിന്നും ഫീനോളിൽ നിന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ടെസ്റ്റ് ഏതാണ്? കാർബോക്സിലിക് ആസിഡ് ഗിവ് ബ്രിസ്ക് എഫർവസൻസ് വിത്ത് NaCO3. അതായത് കാർബോക്സിലിക് ആസിഡ് NaCO3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ബ്രിസ്ക് എഫർവസൻസ് കിട്ടും. അതായത് ഒരു പത കിട്ടും. ആൽക്കഹോൾസ് ആൻഡ് ഫിനോൾസ് ഡു നോട്ട് ഗിവ് ദ റിയാക്ഷൻ. ആൽക്കഹോളും ഫിനോളും എന്ത് ചെയ്യില്ല? ഇങ്ങനെ ബ്രിസ്ക് എഫർവസൻസ് ഒന്നും ഫോം ചെയ്യില്ല. ഇനി അടുത്തത് ടൊളുവിനെ എങ്ങനെ ബെൻസോയിക് ആസിഡ് ആക്കാം. ഹൗ ടു കൺവേർട്ട് ടൊളുവിൻ ടു ബെൻസോയിക് ആസിഡ്. ടൊളുവിനെ എങ്ങനെ ബെൻസോയിഡ് ആക്കാം? ടൊളുവിൻ വെൻ ഓക്സിഡൈസ്ഡ് യൂസിങ് അസിഡിഫൈഡ് KMnO4 വി ഗെറ്റ് ബെൻസോയിഡ് ആസിഡ്, ബെൻസോയിക് ആസിഡ്. അതായത് ഇതാണ് ടൊളുവിനെ. അതിനെ KMnO4 പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ബെൻസോയിക് ആസിഡ് കിട്ടും. ഇനി അടുത്തത് A ആൻഡ് B ഇൻ്റെ ഫോളോയിങ് റിയാക്ഷൻ. ഇവിടെ എയും ബിയും ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ A എന്ന് പറയുന്നത് ഏതാണ്? ബെൻസൈൽ ആൽക്കഹോൾ ആണ്. ബെൻസൈൽ ആൽക്കഹോൾ. ബി എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് NaOH എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള റിയാക്ഷൻ ഏതാണ്? കാനിസാരോ റിയാക്ഷൻ. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിലുള്ള നെയിംഡ് റിയാക്ഷൻ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അതൊക്കെ പഠിക്കണം. അതിൻ്റെ റിയാക്ഷൻ സൈഡ്, പ്രൊഡക്റ്റ് സൈഡ് ഒക്കെ നമ്മൾ എഴുതി തന്നെ പഠിക്കണം. എക്സാമിന് ചിലപ്പോൾ റിയാക്ഷൻ സൈഡ് തരും, എന്നിട്ട് പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് എയോ ബിയോ വെച്ച് നോട്ട് ചെയ്യും. അതെന്താണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ റിയാക്ഷൻ സൈഡ് പ്രൊഡക്റ്റ് സൈഡ് തരും, എന്നിട്ട് റിയാക്റ്റൻ്റെ പ്രൊഡക്റ്റ് സൈഡ് തരും, റിയാക്റ്റൻ്റ് എന്താണ്, അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് തന്നിട്ട്
പ്രൊഡക്റ്റ് എന്താണെന്ന് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന കോമ്പൗണ്ട്സ് എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ നെയിംഡ് റിയാക്ഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അതൊക്കെ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. നെയിംഡ് റിയാക്ഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എഴുതി പഠിക്കുക. എല്ലാ ടെസ്റ്റ് എന്തിനൊക്കെയാണ് നോക്കുക. അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ.